അപ്പായി ഒത്തിരി ഇങ്ങനെ ദൈവവിശ്വാസമോ പള്ളിയിൽ പോക്കോ ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. പെട്ടെന്നാണ് അപ്പായിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. 4th സ്റ്റേജ് ആണെന്ന് അറിഞ്ഞു. അധികം ദിവസം ഇല്ലയെന്ന് അറിഞ്ഞു. അത് അപ്പായിയോട് പറയാനും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഞാൻ അമ്മയുടെ മാതാവിൻ്റെ തൈലം എടുത്ത് അപ്പായിയെ എന്നും പൂശുകയും അപ്പായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ ചെയ്യുമായിരുന്നു. അപ്പായിക്ക് മരണത്തിന് മുമ്പ് കുമ്പസാരിപ്പിക്കണമെന്ന് പറയാൻ പോലും എനിക്ക് പേടിയായിരുന്നു. കാരണം ഏത് വിധത്തിൽ അപ്പായി അതിനെ എടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് എന്നും പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ എന്നും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം അപ്പായിയെ അഡ്മിറ്റ് ആക്കേണ്ടി വന്നു. അപ്പായിയോട് പറയേണ്ടി വന്നു, രോഗമാണ്, 4th സ്റ്റേജ് ആണ്, നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത സ്റ്റേജാന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പായി അതിനെയൊക്കെ വളരെ ഗ്രേസ്ഫുള്ളായിട്ട് അപ്പായി അതിനെ സ്വീകരിച്ചു. എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ മരണത്തിൻ്റെ തലേ ദിവസം അപ്പായി ഇങ്ങോട്ട് പറഞ്ഞു, അപ്പായിക്ക് കുമ്പസാരിക്കണമെന്ന്. പള്ളിയിൽ പോകാത്ത കുമ്പസാരിക്കലാത്ത ഒരാൾക്ക് അതിനുള്ള കൃപ മാതാവല്ലാതെ വേറെ ആരും അത് കൊടുക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജീനാമോൾ ജേക്കബ്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരികയാണ്. എനിക്ക് ഇപ്പോൾ 36 വയസ്സുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലൊരു വഴിമുട്ടി നിന്ന ഒരു അവസരത്തിലാണ് എൻ്റെ റൂംമേറ്റായ അനുചേച്ചി എന്ന് പറയുന്ന ഒരു ചേച്ചിയിലൂടെ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും കൃപാസന മാതാവിനെക്കുറിച്ച് അറിയുന്നതൊക്കെ. അപ്പം അനുചേച്ചിയുമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അനുചേച്ചിയാണ് പറഞ്ഞത് കൃപാസനത്തിൽ പോകാം, ഉടമ്പടി എടുക്കാമെന്നൊക്കെ. ഞാൻ പറഞ്ഞതുപോലെ ജീവിതത്തിലെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടേറിയ ഒരു നാളുകളിലൂടെ കടന്നു പോയപ്പോഴാണ് എനിക്ക് പുറത്ത്, ഞാനൊരു നേഴ്സാണ്, എനിക്ക് പുറത്തൊരു ജോലി കിട്ടാതെ എനിക്ക് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പം എൻ്റെ കപ്പാസിറ്റി ഒക്കെ എനിക്കറിയാം, എൻ്റെ കഴിവുകളെക്കുറിച്ചൊക്കെ എനിക്കറിയാം. ഒരു OET എഴുതി പുറത്ത് പോകുക എന്ന ഒരു കാര്യം അസാധ്യമാണ്. അപ്പം എൻ്റെ റൂമിലുള്ള ചേച്ചിയാണ് എന്നോട് പറഞ്ഞത്, ജീന നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ എടുത്തിട്ട് പരീക്ഷ എഴുതാം, ജയിക്കുമെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ 2022 ഒക്ടോബർ 22 കൃപാസനത്തിൽ വരുന്നതും അന്ന് തന്നെ ഒരുപാട് തിരക്കായിരുന്നു. അപ്പോൾ അനുചേച്ചി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ നേരത്തെ വന്നു. അന്ന് തന്നെ ഉടമ്പടി എടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇപ്പം അനുചേച്ചി എന്ന് പറയുന്ന ഒരു ഹൈന്ദവ കുട്ടിയായിരുന്നു. ചേച്ചിയുടെ റൂംമേറ്റിലേക്ക് ഒരു റൂംമേറ്റ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ചേച്ചി പ്രാർത്ഥിച്ചു, മാതാവിനെ ഇഷ്ടമുള്ള ഒരാളായിരിക്കണേ എൻ്റെ റൂമിലേക്ക് വരുന്നതെന്ന്. അപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ അനുചേച്ചിയുടെ കൂടെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാൻ രാവിലെ എഴുന്നേൽക്കുകയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചേച്ചി ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കാനായിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് പത്രങ്ങൾ കൊടുക്കാൻ പോകുമ്പോൾ, കൃപാസന പത്രങ്ങൾ കൊടുക്കാൻ പോകുമ്പോഴും രോഗികളെ കാണാൻ പോകുമ്പോഴും പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ പോകുമ്പം എന്നെയും കൊണ്ടുപോകുമായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ നിബന്ധനകളെല്ലാം പ്രാർത്ഥനകൾ ചൊല്ലാനും ഇതെല്ലാം ചെയ്തു പോന്നിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലെ നിയോഗം, ഒന്നാമത്തെ നിയോഗം ഇത് തന്നെയായിരുന്നു, എനിക്ക് OET പാസ്സാകണം, പുറത്തൊരു ജോലി കിട്ടണം എന്നൊക്കെ. ഞാനങ്ങനെ കോട്ടയത്ത് തന്നെ ഒരു സെൻറ്ററിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ക്ലാസ്സുകളൊക്കെ നടന്നു. എല്ലാ ശനിയാഴ്ചയും മോക്ക് ടെസ്റ്റ് ഉണ്ട്. പക്ഷേ ഒരു മോക്ക് ടെസ്റ്റിന് പോലും എനിക്ക് പാസ് മാർക്കല്ല, ഒരു വളരെ കുറച്ച് മാർക്ക് മാത്രമേ കിട്ടുന്നുള്ളായിരുന്നു. ഓരോ ദിവസം ചെല്ലുന്തോറും എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ ശ്രമിച്ചു, കുമ്പസാരിക്കാൻ ശ്രമിച്ചു. എല്ലാ ഞായറാഴ്ച ദിവസം മാത്രമായിരുന്നു ഞങ്ങൾക്ക് ഒഴിവുണ്ടായിരുന്നത്. ആ ദിവസങ്ങളിൽ ഞാനും ചേച്ചിയും പുറത്തു പോകും, ജനറൽ ഹോസ്പിറ്റലിൽ പോകും, രോഗികളെ സന്ദർശിക്കും, അവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കും. അങ്ങനെ ചെയ്തു. മാതാവ് സഹായിക്കുമെന്നൊരു തോന്നലുണ്ടെങ്കിലും പരീക്ഷയിൽ ഓരോ പ്രാവശ്യം തോക്കുമ്പോൾ ഞാൻ ഓർക്കും, വെറുതെ പൈസ കളയുന്നതാണ്. OET എഴുതുന്നത് നമുക്കറിയാം, പല പ്രാവശ്യം എഴുതിയാലും കിട്ടുകയില്ല. അതുപോലെ തന്നെ എക്സാം ഫീസൊക്കെ വളരെ വലുതാണ്. ഇത്രയും ഫീസ് കൊടുത്ത് പരീക്ഷ എഴുതുന്നതും എന്നെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പം പരീക്ഷയുടെ ഡേറ്റ് എടുത്തു. ഒക്ടോബർ 22 ഡേറ്റ് എടുത്തത്. ഞാൻ ആഗസ്റ്റ് 22 ഉടമ്പടി എടുത്തത്. അതേ ദിവസം തന്നെ എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടിയതും എനിക്ക് വളരെ ഒരു ഭയങ്കര ഇൻസ്പിറേഷനായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പരീക്ഷയ്ക്ക് ഒരാഴ്ച മുൻപ് അച്ഛനെ കാണാനുള്ള അവസരം കിട്ടി. ഞാൻ ഈ അൾത്താരയെ മുട്ടുകുത്തുന്ന അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ണീരോടെ പറഞ്ഞു, എനിക്ക് എൻ്റെ ജീവിതം വഴിമുട്ടി നിൽക്കുക, എനിക്ക് മുന്നോട്ട് പോകാൻ വേറെ ഒരു മാർഗ്ഗവും ഇല്ല. ഇനി ഒരിക്കൽ കൂടി ക്ലാസ് അറ്റൻഡ് ചെയ്ത് എക്സാം ഫീസ് വലിയ തുക മുടക്കി ഒരിക്കൽ കൂടി പരീക്ഷ എഴുതാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അതിനുള്ള ഒരു സാഹചര്യം എനിക്കില്ല മാതാവേ. അതുകൊണ്ട് ഈ ആൾത്താരെ വന്ന് നിന്ന് അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് കൃപ തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എക്സാം എഴുതി എക്സാമിൻ്റെ ദിവസങ്ങളായപ്പോൾ എനിക്ക് ഭയങ്കര പനിയും ചുമയും ശ്വാസമുട്ടലും ഒക്കെ ആയിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് എക്സാം കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. റൈറ്റിംഗ് ആയിരുന്നെങ്കിൽ റൈറ്റിങ്ങിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു പോലുമില്ല എൻ്റെ റൈറ്റിംഗ് മോഡ്യൂൾ. ഇപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ വെറുതെ എഴുതിയതാ, എനിക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരത്തി 10 പ്രാവശ്യം OET എഴുതിയിട്ട് അവൾക്ക് കിട്ടാതെ പോയി. അപ്പോൾ ഞാൻ തന്നെ മനസ്സിലുറപ്പിച്ചു, എനിക്ക് OET കിട്ടത്തില്ല, എന്നെക്കുറിച്ചുള്ള ദൈവഗീത അതായിരിക്കില്ല എന്നൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു. എക്സാമിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞു. 2 ആഴ്ചയ്ക്കുള്ളിൽ റിസൾട്ട് വരും. റിസൾട്ട് വരുന്ന ഒരു ചൊവ്വാഴ്ചയാണ്. അന്ന് എൻ്റെ കൂടെ 16 പേരാണ് എക്സാം എഴുതിയത്. ഞാൻ തോക്കുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ റിസൾട്ട് നോക്കിയില്ല. എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചു ചോദിച്ചപ്പം ആരും ജയിച്ചിട്ടില്ല. പിന്നെ ഞാനായിട്ട് നോക്കിയിട്ട് എന്തിനാ വെറുതെ, എനിക്ക് കിട്ടില്ല എന്നറിഞ്ഞു. പിന്നെ ഞാൻ വന്ന് എൻ്റെ ഫോൺ തുറക്കാൻ നോക്കിയിട്ടും എനിക്ക് റിസൾട്ട് എൻ്റെ ഓപ്പൺ ആയി വരുന്നില്ല. അവസാനം ചൊവ്വാഴ്ച 11 മണിയൊക്കെ ആയപ്പോൾ വന്ന റിസൾട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നത് ഉച്ച കഴിഞ്ഞ് 3 മണിയൊക്കെ ആയപ്പോഴാണ്. അപ്പം ഞാൻ നോക്കിയപ്പം എനിക്ക് എല്ലാത്തിനും B സ്കോർ മതി. നമുക്ക് UK പോകാനാണെങ്കിലും
ഏത് യൂറോപ്യൻ കൺട്രീസ് പോകാനാണെങ്കിലും 3 ബിയും 1 സിയും മതി. അതേലും കിട്ടണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചപ്പം ഞാൻ എൻ്റെ റിസൾട്ട് നോക്കിയപ്പം എല്ലാത്തിനും ബി. അപ്പം ഞാൻ ഓർത്ത് എനിക്ക് നോക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും. എന്നിട്ട് ഞാൻ ഈ റിസൾട്ട് എൻ്റെ ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു. ഇത് ശരിക്കും എൻ്റെ റിസൾട്ട് തന്നെയാണോ അതോ എനിക്ക് നോക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അവർ പറഞ്ഞു, ജീന നിനക്ക് ബി സ്കോർ ഉണ്ടെന്ന്. എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അത് എൻ്റെ ഒരു കഴിവ് കൊണ്ട് ഒന്നുമല്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. മാതാവ് എനിക്ക് വേണ്ടി എക്സാം എഴുതിയതാണ്. സ്പീക്കിങ്ങിന് എൻ്റെ എക്സാമിനറായിട്ട് വന്നത് മാതാവാണെന്നൊക്കെ ഞാൻ ഇന്നും വിശ്വസിക്കും. അതിൻ്റെ റിസൾട്ട് വന്നു. പിന്നെ ഒരു ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂവിന് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ എറണാകുളത്ത് വെച്ച് നടന്നു. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്. വളരെ വർഷങ്ങൾ 10-12 വർഷം ഞാൻ ഈ നാട്ടിൽ വർക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ ആദ്യമായിട്ട് 3 പേരുണ്ടായിരുന്നു, ഫോറിനേഴ്സ് ആയിരുന്നു. അവരോട് സംസാരിക്കേണ്ടത് എങ്ങനെയൊന്നും നമ്മൾ സാധാരണക്കാർക്ക് എനിക്ക് അതിനുള്ള ഒരു കോൺഫിഡൻസോ ഒന്നുമില്ലായിരുന്നു. അച്ഛൻ തന്ന കാശുരൂപവും കയ്യിൽ പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇൻ്റർവ്യൂ പാസ്സാകാനും അന്ന് തന്നെ ഓഫർ ലെറ്റർ എൻ്റെ കിട്ടുവാനും മാതാവ് എനിക്ക് കൃപ തന്നു. എൻ്റെ ജീവിതത്തിൽ നടന്ന വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് അത്. ഓഫർ ലെറ്ററുമായിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ എനിക്ക് UK ജോലി കിട്ടിയെന്ന്. എല്ലാവർക്കും അതൊരു അത്ഭുതമായിരുന്നു. മാതാവിനോടുള്ള ഭക്തി കൊണ്ടാണ്, പ്രാർത്ഥന കൊണ്ടാണ് നിനക്ക് ജോലി കിട്ടിയത് എന്ന് അമ്മ പറഞ്ഞു. പിന്നെ പ്രോസസ്സിംഗ് ഒക്കെ പെട്ടെന്ന് നടന്നു. ഞാൻ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മാർച്ച് 30-ാം തീയതി എനിക്ക് പോകാൻ പറ്റുമെന്ന് ഏജൻസിക്കാർ പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ ഒരു നിയോഗമായിരുന്നു. ജീവിതത്തിലെ പല കാരണങ്ങൾ കൊണ്ട്, പ്രശ്നങ്ങൾ കൊണ്ട് എൻ്റെ കല്യാണം നടന്നിട്ടില്ലായിരുന്നു. എനിക്കിപ്പോൾ 36 വയസ്സുണ്ട്. പല ആലോചനകൾ വന്നു, പലതും മുന്നോട്ടൊക്കെ പോയി, പക്ഷേ കല്യാണം നടന്നില്ലായിരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവിനെയും ദിവ്യാനീശോയെയും ഇഷ്ടമുള്ള സ്നേഹമുള്ള ഒരാളെ എനിക്ക് ജീവിത പങ്കാളിയായിട്ട് തരണേന്ന്. ഞാനിവിടെ ഉടമ്പടി എടുത്ത് 2 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് റെക്സിൻ എന്നാണ്. റെക്സിൻ്റെ ആലോചന വന്നു. വളരെ പെട്ടെന്ന് തന്നെ 1 മാസത്തിനുള്ളിൽ ഒരുപാട് തടസ്സങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ, നടക്കില്ല എന്നൊരു തീരുമാനം വരെ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാലും 1 മാസത്തിനുള്ളിൽ കല്യാണം ഉറപ്പിക്കുകയും ജനുവരി 2-ാം തീയതി ഞങ്ങളുടെ കല്യാണം നടക്കുകയും ചെയ്തു. അതും വളരെ അത്ഭുതകരമായ വലിയൊരു അനുഗ്രഹമായിട്ടാണ്, മാതാവ് എനിക്ക് തന്ന അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതോടെ തന്നെ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിലും ഉടമ്പടി എടുത്തതിലൂടെ എല്ലാ ദിവസവും പള്ളിയിൽ പോകുവാനും കൃത്യമായി കുമ്പസാരിക്കുവാനും പാവങ്ങളെ സഹായിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനൊക്കെയുള്ള വലിയ കൃപ ഉടമ്പടിയിലൂടെ തന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് തീർക്കാനായിട്ട് എനിക്ക് സമയം പോരാ. എൻ്റെ അപ്പായി ഒത്തിരി ഇങ്ങനെ ദൈവവിശ്വാസമോ പള്ളിയിൽ പോക്കോ ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. പെട്ടെന്നാണ് അപ്പായിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. 4th സ്റ്റേജ് ആണെന്ന് അറിഞ്ഞു. അധികം ദിവസം ഇല്ലയെന്ന് അറിഞ്ഞു. അത് അപ്പായിയോട് പറയാനും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഞാൻ അമ്മയുടെ മാതാവിൻ്റെ തൈലം എടുത്ത് അപ്പായിയെ എന്നും പൂശുകയും അപ്പായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ ചെയ്യുമായിരുന്നു. അപ്പായിക്ക് മരണത്തിന് മുമ്പ് കുമ്പസാരിപ്പിക്കണമെന്ന് പറയാൻ പോലും എനിക്ക് പേടിയായിരുന്നു. കാരണം ഏത് വിധത്തിൽ അപ്പായി അതിനെ എടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് എന്നും പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ എന്നും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം അപ്പായിയെ അഡ്മിറ്റ് ആക്കേണ്ടി വന്നു. അപ്പായിയോട് പറയേണ്ടി വന്നു, രോഗമാണ്, 4th സ്റ്റേജാണ്, നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുക്കാൻ പറ്റാത്ത സ്റ്റേജാന്നൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പായി അതിനെയൊക്കെ വളരെ ഗ്രേസ്ഫുള്ളായിട്ട് അപ്പായി അതിനെ സ്വീകരിച്ചു. എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ മരണത്തിൻ്റെ തലേ ദിവസം അപ്പായി ഇങ്ങോട്ട് പറഞ്ഞു, അപ്പായിക്ക് കുമ്പസാരിക്കണമെന്ന്. പള്ളിയിൽ പോകാത്ത, കുമ്പസാരിക്കുകയില്ലാത്ത ഒരാൾക്ക് അതിനുള്ള കൃപ മാതാവല്ലാതെ വേറെ ആരും അത് കൊടുക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ അങ്ങനെ അപ്പായി നന്നായിട്ട് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് അന്ത്യകൂദാശയൊക്കെ സ്വീകരിച്ച് നല്ലൊരു വിശുദ്ധമായൊരു മരണം അപ്പായിക്ക് കിട്ടുവാനിടയായി. അത് മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് തന്ന വലിയൊരു കൃപയും അനുഗ്രഹമാണ്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ നടന്ന വലിയ അത്ഭുതങ്ങളായ ഈ 3 അത്ഭുതങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. OET ഞാൻ ഒരു പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ. അതിനുള്ള ധൈര്യം ഇല്ലാതിരുന്നുകൊണ്ട് ഒറ്റ പ്രാവശ്യം എഴുതിയുള്ളൂ. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET പാസ്സാകാനും B സ്കോറിൽ പാസ്സാകാൻ മാതാവ് കൃപ തന്നു.